ഉപവാസം എന്തിനാണ്? ആഘോഷം ഇല്ലാതെയാക്കാനാണ് ഉപവാസം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. രട്ടുടുത്ത് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോപ്പ് സെലിബ്രേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. രട്ടുടുത്ത് ഉപവസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സെലിബ്രേഷൻ നിർത്ത്, കരയാനുള്ള സമയം. പക്ഷേ ഇന്ന് ഉപവാസം സെലിബ്രേഷനാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നിങ്ങൾ ഉപവസിക്കുമ്പോഴത്തേക്ക് ആരും അറിയരുതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്താണെങ്കിലും ഇവിടെ ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് പബ്ലിക് സ്റ്റേഡിയം ബുക്ക് ചെയ്യുകയാണ്. എന്നിട്ട് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ വടക്കേ അറ്റം വരെ കുറേ സിനിമാ നടന്മാരുടെ വെല്ലുന്ന ഹോർഡിങ്ങും വെച്ചിട്ട് ഉപവാസ പ്രാർത്ഥന, ഉപവാസ യജ്ഞം 41 ദിവസം. എന്നിട്ട് ഒരു ദിവസം 2 പേരെ വെച്ച് പ്രസംഗിക്കാൻ വിളിക്കും. ഓരോ ദിവസം ഓരോ പാട്ടുകുറിപ്പിനെ വിളിക്കും. ഉപവാസം കഴിയുമ്പോഴത്തേക്ക് 11 ലക്ഷം രൂപ ചിലവ്. ഉപവാസത്തിന് എന്തോന്ന് ചിലവ്? പക്ഷേ ഉപവാസത്തിന് എന്തോ ഇത്ര വലിയ ചിലവ്? പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, ഈ മലബാറിലും മറ്റുള്ള സ്ഥലങ്ങളിലും പുതിയ വേല സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ പഴയ തലമുറയിലെ ആളുകൾ പോയി പുതിയ വേല തുടങ്ങുന്ന സമയത്ത് 5 പൈസ അവരുടെ കയ്യിലില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നാന്നറിയാമോ? ഭാര്യയും ഭർത്താവും മക്കളും കൂടെ 21 ദിവസമോ 14 ദിവസമോ 41 ദിവസമോ ഉപവാസം ഇരിക്കും. അതിൻ്റെ ഒന്നാമത്തെ കാരണം കഴിക്കാൻ പൈസ ഇല്ലാത്തതാണ്. അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. പാട്ടുകാരില്ല, ഡ്രംസ് ഇല്ല, മ്യൂസിക് ഇല്ല, പബ്ലിക് സ്റ്റേഡിയം ഇല്ല. ഒരു വീടിൻ്റെ വരാന്തയിൽ അവരിരുന്ന് പ്രാർത്ഥിച്ച് 40 ദിവസം കഴിയുമ്പോൾ 4 ആത്മാക്കളെങ്കിലും അവരുടെ കൂടെ കൂടും. ഇന്ന് 4 ലക്ഷം മുടക്കിയാലും ഒരാത്മാവും കൂടെ കൂടുന്നില്ല. ഉള്ള ആത്മാവിടെ പോയെങ്കിലേ ഉള്ളൂ. പഴയ കാലത്തെ മിക്ക സഭകളുടെയും പ്രാരംഭം എങ്ങനെയായിരുന്നു? ഉപവാസം. അവരുപവസിച്ച് പ്രാർത്ഥിച്ചു. ആരും കൂട്ടുവരാനൊന്നുമില്ല. ഭാര്യയും ഭർത്താവും മക്കളും കൂടി ഇരുന്ന് ഉപവസിച്ചു. ഒരാൾ വന്നു, 2 ആൾ വന്നു, 10 പേര് വന്നു. ഒരുപക്ഷെ 40 ദിവസം ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 30 ദിവസം ആകുമ്പോഴത്തേക്ക് 30 പേരായി, 40 പേരായി. അതിക്കുള്ളൊന്നുമില്ല. പക്ഷേ ആ 40 50 പേര് വന്നാൽ ഏറ്റവും കുറഞ്ഞത് ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ അവിടെ ഒരു ചെറിയ സഭയായി, 10-20 പേരുള്ള സഭയായി. ഈ 4 ലക്ഷം മുടക്കി അല്ലെങ്കിൽ 8 ലക്ഷം മുടക്കി ഉണ്ടായിട്ട് 20 പേരെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? എൻ്റെ ചോദ്യമാണ്. ഒരു ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എത്ര പുതിയ ആത്മാക്കളെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്? എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾ മുടക്കുന്നത്? രൂപ മുടക്കുന്നതിൻ്റെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്, പണം മുടക്കുന്നതല്ല ഇവിടുത്തെ വിഷയം. നിങ്ങളുടെ സകല എഫേർട്ടും എന്തിനാണ്? ഇത് ആഘോഷമാക്കാനാണ്, ഉപവാസം ആഘോഷമാക്കാൻ. പക്ഷേ ഇവിടെ ജോയൽ പറയുന്ന കാര്യം എന്നാണ്, നിങ്ങൾ ഭർത്താവ് മരിച്ച യുവതി രട്ടുടുത്ത് വിലപിക്കുന്നത് പോലെ ഭർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കും വരെയും രട്ടിലും വെണ്ണീറിലും ഇരിക്കാനായിട്ടുള്ള ഒരു വലിയ ആഹ്വാനമാണ്. അതിൻ്റെ 13ാമത്തെ വാക്യത്തിൽ പുരോഹിതന്മാരെ രട്ടുടുത്ത് വിലപിപ്പിൻ, രട്ടുടുത്ത് രാത്രി കഴിച്ചുകൊള്ളുവിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിമിഷത്തേക്കുള്ള അനുതാപമല്ല ഇവിടുത്തെ വിഷയം. ഇന്ന് സഭായോഗങ്ങളിൽ അനുതാപമുണ്ട്, പക്ഷെ ഒരു നിമിഷത്തേക്കാണ്. പുരോഹിതന്മാരോട് ജോയൽ പറയുന്നത് എന്താണെന്നറിയാമോ? രാത്രി മുഴുവൻ വിലപിക്കുവിൻ. രാത്രി മുഴുവൻ. അവിടെ എന്താണ്? ഒരു നിമിഷത്തേക്കുള്ള അനുതാപമല്ല. ഇന്ന് നമ്മൾ സഭായോഗത്തിൽ അനുതപിക്കും. ഒരുപക്ഷെ പ്രസംഗമൊക്കെ കേട്ട് കഴിയുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു ഉണർവിൻ്റെ എന്തെങ്കിലും ഒരു ജ്വാല അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സ്പർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ അനുതപിക്കും. സഭായം കഴിഞ്ഞ് കമ്മിറ്റി ഉണ്ടെങ്കിൽ അതിനു മുമ്പ് എല്ലാ അനുതാപവും തീർന്നു കഴിയും. 15 മിനിറ്റ് കൊണ്ട് തീരുന്നതാണോ നിങ്ങളുടെ അനുതാപം? ആ അനുതാപത്തിനകത്ത് എന്താ അർത്ഥമുള്ളത്? രട്ടുടുത്ത് വിലപിക്കുവിൻ. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യം ഇതാണ്. അടുത്തതായിട്ട് അതിൻ്റെ 11ാം വാക്യത്തിൽ ബി അഷെയിംഡ്, കൺഫൗണ്ടഡ്. കർഷകരെ നിങ്ങൾ ലജ്ജിക്കുവിൻ. ഞാൻ അതിനെക്കുറിച്ച് നാളെ ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കോതമ്പും യവവും വയലിലില്ലാത്തത് കൊണ്ട് ലജ്ജിക്കുവിൻ. ഇതുപോലെ യോവലിൻ്റെ അതിനുശേഷം 14ാം വാക്യത്തിൽ ഗാദർ, നിങ്ങൾ കൂടി വരുവിൻ, യഹോവയോട് നിലവിളിപ്പിൻ. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. എന്നാൽ ഞാൻ ഇന്ന് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ യോവൽ പ്രവാചകൻ നമ്മളോട് ആവശ്യപ്പെടുന്നതായ 1ാമത്തെ കാര്യം, നിങ്ങൾ ബോധത്തോടു കൂടെ കരയുവിൻ. ബോധമില്ലാതെ ഇമോഷണലായിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് വന്നിട്ട് കാര്യമില്ല. ബോധത്തോടു കൂടെ കരയുവിൻ. എന്ത്? നിങ്ങൾ ആരാണെന്നും നിങ്ങൾ ആരാകാനുള്ളവരാണെന്നും ഇപ്പോൾ നിങ്ങൾ എത്ര ദയനീയമായ അവസ്ഥയിലാണെന്നുമുള്ള തിരിച്ചറിവോടുകൂടെ നിങ്ങൾ കരയുവിൻ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രവാചകന്മാർ വന്ന് പറഞ്ഞ വാക്കുകളെ കേൾക്കാതെ, പ്രവാചകന്മാരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പ്രസ്താവിച്ച പ്രസംഗകരും പ്രബോധകരുമായ ആളുകളുടെ വാക്കുകളെ കേൾക്കാൻ കൂട്ടാക്കാതിരുന്നത് കൊണ്ട് ദൈവം നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ദുരന്തങ്ങളെ അയച്ചു. ദൈവം സ്നേഹിച്ചതുകൊണ്ടാണ്. എന്തുകൊണ്ട്? നിങ്ങൾ ഏറ്റവും കൊടുംപാപികളായിട്ട് പോയതുകൊണ്ടൊന്നുമല്ല, പക്ഷേ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പ്രതീക്ഷയുള്ളത് കൊണ്ട്. നിങ്ങളുടെ പിന്മാറ്റത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ, നിങ്ങൾ പന്നിക്കൂട്ടി ചെല്ലുന്നതിന് മുമ്പ്, നിങ്ങളുടെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് പോകാൻ നിങ്ങൾ തീരുമാനമെടുത്തപ്പോൾ തന്നെ, അതിനുള്ള ആദ്യ സ്റ്റെപ്പ് എടുത്തപ്പോൾ തന്നെ ദൈവം തൻ്റെ പ്രവാചകന്മാരെ അയച്ച് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വന്നിരിക്കുന്ന പാളിച്ചകളെ നമുക്ക് മനസ്സിലാക്കി തന്നില്ലേ? എന്നിട്ട് നമ്മളത് ശ്രദ്ധിക്കാതെ വീണ്ടും പിതാവിൻ്റെ ഭവനം വിട്ട് പുറത്തു പോയപ്പോഴാണ് ദുരന്തങ്ങളെ ദൈവം അയക്കുന്നത്. ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ ഭവനത്തിൽ താമസിച്ചപ്പോൾ അല്ല ദുരന്തം ഉണ്ടായത്. ഒരുപക്ഷെ പിതാവ് പല പ്രാവശ്യം അവനോട് പറഞ്ഞു കാണും, നീ എന്തായി കാണിക്കുന്നത്? നീ ഇവിടുന്ന് വിട്ടിട്ട് പോകരുതെന്ന് പറഞ്ഞു കാണും. അവൻ്റെ ജോലിക്കാർ പോലും അവനെ ഉപദേശിച്ച് കാണും.
പക്ഷെ അപ്പോൾ അതൊന്നും കേൾക്കാനുള്ള മനസ്സവന് ഇല്ലായിരുന്നു. അവൻ ഭവനം വിട്ട് എനിക്ക് വരേണ്ടുന്ന പങ്ക് തരിക എന്ന് പറഞ്ഞ് അപ്പനിൽ നിന്ന് വസ്തു വാങ്ങിച്ചുകൊണ്ട് സ്വത്ത് വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോഴാണ് ദൈവം അവൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾ അയച്ചത്. എന്തിനാണ് ദുരന്തം അയച്ചത്? ശിക്ഷയായിട്ടല്ല, ശിക്ഷണമായിട്ടാണ്. എന്തിന്? അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരേണ്ടതിന് വേണ്ടി. മടങ്ങി വരുന്നവനാണ് അനുഗ്രഹം, അല്ലാതെ പന്നിക്കൂട്ടിൽ കിടക്കുന്നവനല്ല. പന്നിക്കൂട്ടിൽ കിടക്കുന്നവന് ബെൻസ് കാർ അയച്ചു കൊടുക്കുന്നവനല്ല പിതാവ്. അവൻ മടങ്ങി വരുമ്പോൾ പുത്രത്വമാണ് അവന് നൽകുന്നത്. പുത്രത്വത്തോടു കൂടെ അവന് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിന്റെ കൂലിക്കാരൻ്റെ ഒരുത്തനെ പോലെ ആക്കണമെന്നാണ് അവൻ പറഞ്ഞത്. കൂലിക്കാരൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് നാട്ടുകാരെ എല്ലാം ദൈവരാജ്യത്തിലെ കൂലിക്കാരാക്കാനല്ല. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്താണ്? അവരെ ദൈവത്തിൻ്റെ മക്കളാക്കാൻ വേണ്ടിയാണ്. ഇന്ന് ക്രൂസൈഡുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും കൂലിക്കാർക്കുള്ള ആനുകൂല്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ കർത്താവിനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗസൗഖ്യമാകും, നിങ്ങൾ കർത്താവിനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം കിട്ടും, കർത്താവിനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കാൻ കിട്ടും, നിങ്ങൾക്ക് ഇന്നത് കിട്ടും, ഈ കാര്യങ്ങൾ കിട്ടും. ഇതൊക്കെ പുത്രനായില്ലെങ്കിലും അപ്പൻ്റെ ഭവനത്തിൽ കിട്ടും, കൂലിക്കാരനും കിട്ടും. പക്ഷേ നമ്മൾ ആളുകളെ വിളിക്കേണ്ടത് പുത്രത്വത്തിലേക്കാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. പുത്രനാകുന്നവന് ഇതെല്ലാം കിട്ടും, പുത്രനാകാത്തവനും പുറമേ ഉള്ളതൊക്കെ കിട്ടും, പക്ഷേ പുത്രത്വം കിട്ടത്തില്ല. നമ്മളെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നത് ജനങ്ങളെ മുഴുവൻ അവരുടെ കിഡ്നിയും പാൻക്രിയാസും എല്ലാം ശരിയാക്കി പിന്നെ അവരെ നരകത്തിലേക്ക് വിടാനല്ല. പ്രത്യുത എന്തിനാണ്? അവൻ്റെ ആത്മാവിൻ്റെ രക്ഷ പ്രാപിച്ചുകൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. ആ പുത്രത്വത്തിലേക്ക് കയറുമ്പോൾ അവൻ്റെ ശരീരം സൗഖ്യമാകുന്നൊക്കെ അവിടെ കിടന്നുണ്ട്. പക്ഷേ നമുക്കുള്ള ഉത്തരവാദിത്തം എന്താണ്? എന്ത് കിട്ടുമെന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രസംഗമല്ല വാസ്തവത്തിൽ സുവിശേഷ പ്രസംഗം. പത്രോസ് പ്രസംഗിച്ചപ്പോൾ എന്ത് കിട്ടുമെന്നല്ല അവർ വന്ന് ചോദിച്ചത്, ഞങ്ങൾ എന്ത് ചെയ്യണം. അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതായ ഒരു പ്രസംഗമാണ് അവർ ചെയ്തത്. ഇന്നും നമ്മുടെ സഭകളിൽ ആവശ്യമായിരിക്കുന്നത് ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതായ പ്രസംഗങ്ങളാണ്. ദൈവത്തെ ഒരു ഉപാധിയായി മനസ്സിലാക്കുവാൻ അതിന് ഉപകരിക്കുന്നതായ പ്രസംഗങ്ങൾ മാത്രം കേട്ട് പഠിച്ചിരിക്കുന്നതായ ആളുകൾ. അതാണ് നമ്മൾ ഇന്ന് എപ്പോഴും കേൾക്കുന്നത്, ദൈവത്തെ ഒരു ഉപാധിയാക്കാൻ. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെ ഉപാധിയായിട്ട് യേശുവിനെ മനസ്സിലാക്കുന്ന ഒരാൾക്കും യേശുവിനെ ആത്മമണവാളനായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ നമ്മൾ കർത്താവിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കർത്താവിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ കർത്താവിനെ മനസ്സിലാക്കുന്നത് ആത്മമണവാളൻ എന്ന നിലയിലാണോ? ആ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് നമ്മൾ അനുതപിക്കണം. അനുതപിക്കുന്നില്ലെങ്കിൽ വരാൻ പോകുന്ന ദുരന്തത്തെ ഓർത്ത് നമ്മൾ മാനസാന്തരപ്പെടണം, അലമുറയിടണം. നമ്മുടെ പ്രസൻറ്റ് സ്റ്റേജിൽ ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള ഹിതത്തിലല്ലെങ്കിൽ നമ്മൾ അനുതപിക്കണം. പക്ഷേ ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള ഹിതത്തിലല്ലാതെ മുന്നോട്ട് പോയാൽ വരാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ, 2 ഡെസ്റ്റിനേഷനേ ഉള്ളൂ. ഒന്ന്, ദൈവത്തെ അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് പോകുന്ന, ദൈവത്തിൻ്റെ ഹിതപ്രകാരം പോകുന്നവർക്ക് അവനോട് ഒരുമിച്ചുള്ള സ്വർഗീയവാസം. പാപിക്കും പിന്മാറ്റക്കാരനും എല്ലാം ഒരുക്കിയിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനേ ഉള്ളൂ, അല്ലാതെ പിന്മാറ്റക്കാരന് വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് പിന്മാറ്റത്തിൽ പോയിരിക്കുന്ന സഭയോട് യോവേൽ പ്രവാചകൻ പറയാണ്, നിന്റെ മുമ്പിൽ പണമുയർത്തി നിൽക്കുന്ന ആ മഹാസർപ്പത്തെ കണ്ടിട്ട് നീ അലമുറയിട്ട് പിന്തിരിയുക. നമ്മുടെ ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള ബോധ്യത്തോടു കൂടെ വരാൻ പോകുന്ന ദുരന്തത്തെ ഓർത്ത് അലമുറയിടുക. കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് വിലപിക്കുക, വരാൻ പോകുന്ന ദുരന്തത്തെ ഓർത്ത് അലമുറയിടുക. നിന്റെ ഭർത്താവായ യേശുക്രിസ്തുവുമായുള്ള നിന്റെ ബന്ധത്തിന് വിള്ളലുണ്ടായിട്ടുണ്ടെങ്കിൽ, അതൊരു യാഥാർത്ഥ്യമായിട്ടില്ലെങ്കിൽ, ആഘോഷങ്ങൾ നിർത്തിയിട്ട് ഒരു മൊറട്ടോറിയം പ്രഖ്യാപിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? അവൻ്റെ സന്നിധിയിൽ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് ഉപവസിക്കുക. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഭർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന, വൈധവ്യത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും കരകയറിയ ഭർത്താവിനെ അനുഭവിക്കുന്ന ഒരു യുവതിയായി സഭ വളരേണ്ടിയിരിക്കുന്നു. ഇന്ന് സഭയിൽ നല്ലൊരു ശതമാനം ആളുകളും യേശു കർത്താവിനെ ഉപാധിയായിട്ടല്ലാതെ മണവാളനായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മളോട് ചോദിക്കുക, യേശു എൻ്റെ ആത്മമണവാളനായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, അന്യഭാഷ പറയുന്നവരാണ്, പ്രവചിക്കുന്നവരാണ്. പക്ഷെ അതൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ദൈവരാജ്യത്തിൽ ബന്ധത്തിനേ പ്രാധാന്യമുള്ളൂ, പ്രവർത്തിക്കല്ല പ്രാധാന്യം. വാട്ട് ഈസ് യുവർ റിലേഷൻ വിത്ത് ജീസസ്? വാട്ട് യു ഹാവ് ഡൺ ഫോർ ജീസസ് എന്നുള്ള ചോദ്യം അവിടെ ഇല്ല. നീ യേശുവിന് വേണ്ടി എന്ത് ചെയ്തു എന്നല്ല ചോദിക്കുന്നത്. ഹൂ ഈസ് ജീസസ് ടു യു? യേശു നിന്റെ ആരാണ്? അതാ ചോദിക്കുന്നത്. സ്വർഗത്തിൻ്റെ കവാടത്തിൽ ചോദിക്കുന്ന ചോദ്യം അതാണ്, യേശു നിന്റെ ആരാണ്? ധൈര്യത്തോടെ നിനക്ക് പറയാൻ പറ്റുമോ? അവൻ എൻ്റെ ആത്മമണവാളൻ. അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ അവൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവ് നമുക്ക് അനുഭവിക്കണം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ യേശുവിൻ്റെ ആത്മമണവാളൻ എന്ന് നെഞ്ചിൽ കൈയുറപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ പറയാൻ നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൊക്കോട്ടെ. അവൻ എന്ത് തന്നു എന്നുള്ളതല്ല, അവൻ എൻ്റെ ആരാണ്. അവനിൽ നിന്ന് ഞാനെന്ത് സ്വീകരിച്ചു എന്നുള്ളതല്ല, അവൻ എൻ്റെ ആരാണ്. അവന് വേണ്ടി ഞാനെന്ത് ചെയ്തു എന്നുള്ളതല്ല, അവൻ എൻ്റെ ആരാണ്. ഭർത്താവ് മരിച്ച, വൈധവ്യം ബാധിച്ച ഒരു യുവതിയെ പോലെയാണോ നമ്മളിന്ന്?
ഭർത്താവിൻ്റെ സ്വത്തെല്ലാം നമുക്കുണ്ട്, പക്ഷെ ഭർത്താവ് ഒരു യാഥാർത്ഥ്യമല്ല. യേശു കർത്താവ് ഒരു യാഥാർത്ഥ്യമല്ലാഞ്ഞിട്ടും ഇന്ന് സഭയിൽ ആഘോഷമുണ്ട്. യേശു കർത്താവ് ഒരു യാഥാർത്ഥ്യമല്ലാഞ്ഞിട്ടും സഭയിൽ കർത്താവിനെ സ്തുതിക്കുന്ന പാട്ടുകളുണ്ട്, കർത്താവിൻ്റെ വചനം വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ അത്താഴം കഴിക്കുന്നുണ്ട്. പക്ഷേ നല്ലൊരു ശതമാനം ആളുകൾക്കും യേശു ഒരു ആത്മമണവാളൻ എന്ന നിലയിൽ അവർക്ക് അനുഭവവേദ്യമാകുന്നില്ല. ഇന്ന് ഈ സന്ധ്യയുടെ യാമത്തിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, എനിക്ക് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ആ സാമീപ്യം അനുഭവിച്ചറിയാൻ, എല്ലായ്പ്പോഴും അനുഭവിച്ചറിയാൻ, സഭായോഗത്തിലിരിക്കുമ്പോഴല്ല, ഞാൻ വഴി നടക്കുമ്പോഴും പോകുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഞാൻ വിദൂര യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ആ യേശുവിൻ്റെ സാന്നിധ്യം ഒരുപോലെ എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടോ? അവൻ എൻ്റെ ആത്മമണവാളനാണോ? ആത്മമണവാളനാണെങ്കിലും അവൻ്റെ സാമീപ്യം എനിക്കറിയാൻ കഴിയുന്നുണ്ടോ? മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കാൻ കഴിയുകയില്ല. എന്നാൽ മണവാളൻ കൂടെ ഇല്ലാത്ത ഒരു സ്റ്റേജ്, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവ് അനുഭവിക്കാൻ കഴിയാത്തപ്പോൾ ഉപവസിച്ച്, രട്ടുടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവൻ്റെ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് സ്പിരിച്വൽ ഡിസിപ്ലിൻ. നമ്മുടെ സഭകളിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയുള്ള ഉപവാസങ്ങൾ നടക്കട്ടെ, അല്ലാതെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഉപവാസങ്ങൾ നിൽക്കട്ടെ. 3 ദിവസം ഇരുന്നാൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് ഇരുത്തുന്ന ഉപവാസം ഒന്ന് നിൽക്കട്ടെ. അതിനൊക്കെ ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്ക്. എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് വരെ ഞാൻ അവൻ്റെ സന്നിധിയിൽ നിന്ന് എഴുന്നേൽക്കയില്ല എന്ന് പറഞ്ഞ് രട്ടിലിരുന്ന് വെണ്ണീറിലിരുന്ന് എല്ലാ ആഘോഷങ്ങൾക്കും അവധി പറഞ്ഞുകൊണ്ട്. സഭ ഒരു എൻ്റർടൈൻമെൻറ്റ് ഹോൾ അല്ല. സഭ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്ന ഒരു ഹോൾ അല്ല. സഭ ഒരു കൂത്തരങ്ങ് നടത്തുന്ന ഒരു ഡിസ്കോ ക്ലബ് അല്ല. സഭ ഒരു പാട്ടുപെട്ടി അല്ല. സഭ ലോകത്തെ വെല്ലുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഹോൾ അല്ല. സഭ അവൻ്റെ മന്ദിരമാണ്. ഞാൻ അവൻ്റെ മണവാട്ടിയാണ്. എൻ്റെ മണവാളനായ യേശുവിനെ അനുഭവിക്കാൻ കഴിയാത്രത്തോളം കാലം യാതൊരു ആഘോഷങ്ങൾക്കും ഒരു വിലയുമില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പറയാൻ കഴിയുമോ? യെസ് ലോർഡ്, എനിക്ക് നിന്റെ സാമീപ്യം അനുഭവിക്കണം. നീ എൻ്റെ ആത്മ മണവാളനാണ് കർത്താവേ. നെഞ്ചിൽ കൈവച്ച് നമുക്ക് പറയാൻ പറ്റുമോ? കർത്താവേ, നീ എൻ്റെ ആത്മ മണവാളൻ. എല്ലാവരും ഒരു നിമിഷം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറ, കർത്താവേ, നീ എൻ്റെ ആത്മ മണവാളൻ. എനിക്ക് വേറെ ഒരു ബന്ധവും ആവശ്യമില്ല. കർത്താവേ, നീ എനിക്ക് തരുന്നത് കൊണ്ടല്ല ഞാൻ നിന്നെ പിൻപറ്റുന്നത്. നീ എൻ്റെ ആത്മ മണവാളനായതുകൊണ്ടാണ് ഞാൻ നിന്നെ പിൻപറ്റുന്നത്. ഈ യോബിന് സകലവും നഷ്ടപ്പെട്ടപ്പോൾ അവൻ നിന്നെ വിട്ടുകളഞ്ഞില്ല. കാര്യം നീ അവൻ്റെ ആത്മ മണവാളനായിരുന്നു. കർത്താവേ, നീ എൻ്റെ ആത്മ മണവാളൻ. എൻ്റെ എല്ലാ കാര്യങ്ങളെയും നീ എടുത്തു കളഞ്ഞാലും ഞാൻ നിന്നെ തന്നെ പിൻപറ്റും. കർത്താവേ, സ്വത്ത് മോഹിച്ചല്ല ഞാൻ നിന്റെ പിന്നാലെ വന്നത്. നീ എൻ്റെ ആത്മ മണവാളൻ. കർത്താവേ, ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.